നമസ്കാരം. പശ്ചിമ ബംഗാളിൽ നിന്നും വീണ്ടും വലിയൊരു കള്ളപ്പണവേട്ട പുറത്തു വന്നിരിക്കുകയാണ്. ഒരു കാലത്ത് സാധാരണക്കാരനായ സർക്കാർ ബസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്നും കോടികളുടെ കണക്കിൽ പണവും സ്വർണവും പിടികൂടിയിരിക്കുകയാണ്. മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് സർക്കാരിന്റെ കഴിഞ്ഞകാല അഴിമതികളുടെ യഥാർത്ഥ മുഖമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാഫിയ സംഘങ്ങളും ഭരണവൃത്തങ്ങളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് ഈ സംഭവം ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ബംഗാളിൽ നിലനിന്നിരുന്ന കൊള്ളയും അഴിമതിയും സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ എത്രമാത്രം ദുസ്സഹമാക്കിയിരുന്നു എന്നതിന്റെ കൃത്യമായ നേർക്കാഴ്ച കൂടിയാണിത്. BJP നേതാവ് സുവേന്ദു അധികാരി അധികാരത്തിലേക്ക് എത്തുന്നതിന് മുൻപ് മമതയുടെ ഭരണകാലം ബംഗാളിനെ എങ്ങനെ തകർത്തെറിഞ്ഞു എന്നതിന്റെ നേരെയുള്ള കണ്ണാടി കൂടിയാണിത്. സാധാരണക്കാരുടെ വിയർപ്പും കണ്ണീരുമാണ് ഇത്തരം മാഫിയ തലവന്മാർ തങ്ങളുടെ ആഡംബര ജീവിതത്തിനായി ഉപയോഗിച്ചത് എന്നത് ബംഗാളിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചറിവാണ് നൽകുന്നത്. പശ്ചിമ ബംഗാളിലെ വീർഭൂം ജില്ലയിൽ നടന്ന പോലീസ് പരിശോധനയിൽ മുൻ സർക്കാർ ട്രാൻസ്പോർട്ട് ഡ്രൈവറായിരുന്ന മിനാർ മൊണ്ടാലിന്റെ വീട്ടിൽ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ 28 കോടി രൂപയുടെ കള്ളപ്പണവും 15 കിലോ സ്വർണവുമാണ് പിടിച്ചെടുത്തത്. തൃണമൂൽ കോൺഗ്രസ് മുൻ നേതാവ് അനുബ്രത മൊണ്ടാലിന്റെ അടുത്ത അനുയായിയും മണൽ കല്ല് മാഫിയ തലവനുമായ തുളു മൊണ്ടാലിന്റെ ബന്ധുവുമാണ് മിനാർ മൊണ്ടാൽ. മുഹമ്മദ് ബസാർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ബുധനാഴ്ച രാത്രി വൈകിയാണ് പോലീസിന്റെ വൻ സംഘം റെയ്ഡ് ആരംഭിച്ചത്. ആദ്യം 5.5 കോടി രൂപയോളം കണ്ടെത്തിയെങ്കിലും വീടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന പണം ഓരോന്നായി പുറത്തെടുത്തപ്പോൾ 28 കോടി കവിഞ്ഞു. പിടിച്ചെടുത്ത പണം എണ്ണിത്തീർക്കാൻ കൊണ്ടുവന്ന 5 നോട്ടെണ്ണൽ മെഷീനുകൾ അമിതഭാരം കാരണം കേടായിപ്പോയത് ഈ കള്ളപ്പണവേട്ടയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു. ഇത്രയും വലിയൊരു തുക ഒരു വ്യക്തിയുടെ വീട്ടിൽ കട്ടിലിനടിയിലും രഹസ്യ അറകളിലുമായി സൂക്ഷിച്ചിരിക്കുന്നത് കണ്ട് പോലീസ് പോലും അമ്പരന്നുപോയി. ബംഗാളിലെ ക്രമസമാധാന നില എത്രത്തോളം തകർന്നടിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ റെയ്ഡ്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് യാതൊരു ഭയവുമില്ലാതെ ഇത്തരക്കാർ കോടികൾ കുന്നുകൂട്ടുമ്പോൾ നിയമ സംവിധാനങ്ങൾ നോക്കുകുത്തികളായി മാറുകയായിരുന്നു. ഒരു സാധാരണ ബസ് ഡ്രൈവറായി ജീവിതം ആരംഭിച്ച മിനാർ മൊണ്ടാൽ എങ്ങനെ ഇത്രയും വലിയ സാമ്പത്തിക സാമ്രാജ്യം കെട്ടിപ്പടുത്തു എന്നത് ജനങ്ങളെ ഞെട്ടിക്കുന്ന ചോദ്യമാണ്. ജോലി ഉപേക്ഷിച്ച് തുളു മൊണ്ടാലിനൊപ്പം മണൽ കല്ലു ക്വാറി ബിസിനസ്സിലേക്ക് കടന്ന ഇയാൾ സർക്കാരിന്റെ ഒത്താശയോടെ വലിയ തോതിലുള്ള നിയമവിരുദ്ധ ഖനനങ്ങളും കള്ളക്കടത്തുകളുമാണ് നടത്തിയത്. പിടിച്ചെടുത്ത കോടികളും സ്വർണവും തുളു മൊണ്ടാലിന്റെ നിയമവിരുദ്ധ സിൻഡിക്കേറ്റ് ബിസിനസ്സിലൂടെ സമാഹരിച്ചതാണെന്ന് മിനാർ മൊണ്ടാൽ പോലീസിന് മുന്നിൽ കുറ്റസമ്മതം നടത്തിയിട്ടുമുണ്ട്. പൊതുമുതൽ കൊള്ളയടിക്കുന്ന ഇത്തരം മാഫിയകൾക്ക് തൃണമൂൽ കോൺഗ്രസ് സർക്കാരിന്റെ ഉയർന്ന നേതാക്കളുടെ സംരക്ഷണം ലഭിച്ചിരുന്നു. മണലും കല്ലും കടത്തി സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തിയാണ് ഈ സിൻഡിക്കേറ്റുകൾ കോടികൾ സമ്പാദിച്ചത്. അഴിമതിയുടെ വേരുകൾ എത്രത്തോളം ആഴത്തിൽ പടർന്നിരിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കേസ്. നാട്ടിലെ നദികളും മലകളും കൊള്ളയടിച്ച് പ്രകൃതിയെയും മനുഷ്യനെയും ഒരുപോലെ വഞ്ചിച്ചാണിവർ ഈ സമ്പത്ത് മുഴുവൻ ഉണ്ടാക്കിയത്. സാധാരണക്കാരായ തൊഴിലാളികൾ ദിവസകൂലിക്ക് പണിയെടുക്കുമ്പോൾ ഈ മാഫിയ തലവന്മാർ കോടികളുടെ ആഡംബര ജീവിതമാണ് നയിച്ചിരുന്നത്. സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ നിന്ന് അടിച്ചുമാറ്റിയ പണവും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ പശ്ചിമ ബംഗാൾ സാമ്പത്തികമായും സാമൂഹികമായും വലിയ തകർച്ചയാണ് നേരിട്ടത്. വ്യവസായങ്ങൾ വളരുന്നതിന് പകരം പാർട്ടി ഗുണ്ടകളും മാഫിയ തലവന്മാരുമാണ് സംസ്ഥാനം ഭരിച്ചത്. പാവപ്പെട്ട ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും വികസന ഫണ്ടുകളും ഇത്തരത്തിലുള്ള സിൻഡിക്കേറ്റ് നേതാക്കൾ കൊള്ളയടിച്ചു. തുളു മൊണ്ടാൽ തൻ്റെ മകളുടെ വിവാഹത്തിനായി 100 കോടി രൂപയോളം ചെലവഴിച്ച് ബോളിവുഡ് ബംഗാളി താരങ്ങളെ പങ്കെടുപ്പിച്ച് കൂറ്റൻ ആഘോഷം സംഘടിപ്പിച്ചത് മുൻപും വലിയ വാർത്തയായിരുന്നു. മമതയുടെ ഭരണം ബംഗാളിനെ അക്ഷരാർത്ഥത്തിൽ ഒരു മാഫിയ രാജ്യമാക്കി മാറ്റുകയായിരുന്നു എന്ന് വേണം കരുതാൻ. തൊഴിലില്ലായ്മയും പട്ടിണിയും കാരണം ബംഗാളിലെ യുവാക്കൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യുമ്പോൾ ഭരണാധികാരികളുടെ അനുയായികൾ കോടികൾ കുന്നുകൂട്ടി ആഡംബര ജീവിതം നയിക്കുന്ന വിചിത്രമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ കള്ളപ്പണവേട്ടയുടെ പശ്ചാത്തലത്തിൽ അഴിമതിക്കെതിരെ ശക്തമായ നിലപാടുമായി BJP നേതാവ് സുവേന്ദു അധികാരി രംഗത്തെത്തിയത് ബംഗാൾ രാഷ്ട്രീയത്തിൽ പുതിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. അഴിമതിക്കെതിരെ സർക്കാരിന്റെ സീറോ ടോളറൻസ് നയം കർശനമായി നടപ്പിലാക്കുമെന്നും പൊതുമുതൽ കൊള്ളയടിക്കുന്ന ഒരു മാഫിയയെയും വെറുതെ വിടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. സുവേന്ദു അധികാരി അധികാരത്തിലേക്ക് എത്തുന്നതിന് മുൻപുള്ള ബംഗാളിന്റെ ഈ നേർചിത്രം അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളുടെ ആഴം വ്യക്തമാക്കുന്നു. മമതയുടെ ഭരണത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങൾക്ക് ഒരു മാറ്റം അനിവാര്യമായിരുന്നു. BJPയുടെ ശക്തമായ അടിത്തറയും സുവേന്ദു അധികാരിയുടെ പോരാട്ട വീര്യവും ബംഗാളിൽ പുതിയൊരു രാഷ്ട്രീയ സംസ്കാരത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്.
ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ BJP മുന്നോട്ട് വെക്കുന്ന വികസന മാതൃകകൾക്ക് ഇന്ന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ബംഗാളിന്റെ നഷ്ടപ്പെട്ട സംസ്കാരവും പാരമ്പര്യവും വീണ്ടെടുക്കാൻ BJPക്ക് മാത്രമേ കഴിയൂ എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഓരോ മുന്നേറ്റവും തൃണമൂൽ സർക്കാരിന്റെ അടിത്തറ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അഴിമതിയുടെ കോട്ടകൾ ഓരോന്നായി തകർന്നെറിയാൻ BJP നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദാർഹമാണ്. സംഭവത്തെ തുടർന്ന് ബംഗാൾ ഭരണപക്ഷമായ തൃണമൂൽ കോൺഗ്രസിലെ വിവിധ ചേരികൾ തമ്മിൽ ശക്തമായ ചെളിവാരി എറിയലാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ തട്ടിപ്പ് പുറത്തു വന്നതോടെ തൃണമൂൽ നേതാക്കൾ പരസ്പരം പഴിചാരാൻ തുടങ്ങി. സ്വന്തം പാളയത്തിലുള്ള അഴിമതികൾ മൂടിവെക്കാൻ നോക്കിയെങ്കിലും പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം തെളിവുകൾ പുറത്തു വന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പാർട്ടി നേതാക്കളുടെ തണലിലാണ് ഇത്രയും വലിയ സാമ്പത്തിക തട്ടിപ്പ് നടന്നതെന്ന ആരോപണങ്ങൾ ശക്തമായതോടെ ജനങ്ങൾ ഈ സർക്കാരിനെതിരെ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. തൃണമൂൽ കോൺഗ്രസ് അതിന്റെ അന്ത്യഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നും അഴിമതിയുടെ കൂമ്പാരത്തിൽ ആ പാർട്ടി എരിഞ്ഞു തീരുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നു. നേതാക്കൾ തമ്മിലുള്ള അനൈക്യവും അധികാരത്തോടുള്ള ആർത്തിയും പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായിട്ടുണ്ട്. ഒരു കാലത്ത് വലിയ അവകാശവാദങ്ങളോടെ അധികാരത്തിൽ വന്ന പാർട്ടി ഇന്ന് സ്വന്തം അഴിമതിയുടെ ഭാരത്താൽ തകർന്നടിയുന്ന കാഴ്ചയാണ് ബംഗാൾ സാക്ഷ്യം വഹിക്കുന്നത്. ജനങ്ങളുടെ വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ട തൃണമൂൽ കോൺഗ്രസിന് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നതും ഉറപ്പാണ്. തുളു മണ്ഡാലിന്റെയും മിനാർ മണ്ഡാലിന്റെയും സാമ്രാജ്യം തകർത്തത് വീർഫും പോലീസിന്റെ കണിശമായ ഇടപെടലുകളിലൂടെയാണ്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടാതെ പോലീസ് നടത്തിയ ഈ റെയ്ഡ് ബംഗാളിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്. പിടിച്ചെടുത്ത 15 കിലോ സ്വർണത്തിന് വിപണിയിൽ ഏകദേശം 21 കോടി രൂപയോളം വിലമതിക്കുന്നുണ്ട്. ഈ പണത്തിന്റെയും സ്വർണത്തിന്റെയും യഥാർത്ഥ ഉറവിടം കണ്ടെത്താൻ പോലീസ് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുമുണ്ട്. മാഫിയ സംഘങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ കൂടി പുറത്തു വരുമ്പോൾ തൃണമൂൽ സർക്കാരിന്റെ അടിത്തറ പൂർണ്ണമായും ഇളകുമെന്നതും ഉറപ്പാണ്. നിയമത്തിന്റെ മുന്നിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടേണ്ടത് ബംഗാളിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. പോലീസിന്റെ ഈ ധീരമായ നടപടിക്ക് പിന്നിൽ വലിയ തോതിലുള്ള പിന്തുണയാണ് പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് നിയമ സംവിധാനത്തിലുള്ള വിശ്വാസം തിരിച്ചുപിടിക്കാൻ ഇത്തരം കർശന നടപടികൾ ഏറെ സഹായിക്കും. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെയും മാഫിയ തലവന്മാരെയും ഒതുക്കാൻ ഇത്തരം ശക്തമായ പരിശോധനകൾ ആവശ്യമാണെന്ന് പൊതുജനം ആവശ്യപ്പെടുന്നു. പശ്ചിമ ബംഗാൾ ഇന്ന് ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി തുടർന്നു വന്ന അടിച്ചമർത്തലുകൾക്കും അഴിമതി ഭരിതമായ ഭരണത്തിനുമെതിരെ ജനങ്ങൾ ഉറച്ച തീരുമാനമെടുത്തിരിക്കുന്നു. BJP ഉയർത്തിപ്പിടിക്കുന്ന ദേശീയവാദവും അഴിമതിരഹിതവുമായ ഭരണവുമാണിന്ന് ബംഗാളിലെ യുവാക്കളും സാധാരണക്കാരും ആഗ്രഹിക്കുന്നത്. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP നടത്തുന്ന പോരാട്ടങ്ങൾ ബംഗാളിൽ വേരോട്ടമുണ്ടാക്കിയിട്ടുണ്ട്. അഴിമതിക്കാരായ ഭരണാധികാരികളെ തൂത്തെറിഞ്ഞ് ഒരു പുതിയ ബംഗാൾ കെട്ടിപ്പടുക്കുക എന്നതാണ് ജനങ്ങളുടെ ലക്ഷ്യം. ഈ കള്ളപ്പണവേട്ട ആ ലക്ഷ്യത്തിലേക്കുള്ള വഴി കൂടുതൽ എളുപ്പമാക്കുന്നു. ജനങ്ങളുടെ ഉന്നത നിലവാരത്തിലുള്ള ജീവിതം ഉറപ്പാക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും BJPക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ബംഗാളിലെ ഈ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റത്തിന്റെ വലിയ സൂചനകളാണ് നൽകുന്നത്. പശ്ചിമ ബംഗാളിലെ ഓരോ സാധാരണക്കാരന്റെയും മനസ്സിൽ തൃണമൂൽ സർക്കാരിനോടുള്ള അടങ്ങാത്ത അമർഷമാണ് ഉണ്ടാകുന്നത്. ഈ വാർത്തയോട് ആളുകൾ പ്രതികരിക്കുന്ന രീതിയിൽ നിന്നും അത് വ്യക്തമാകുന്നു. റോഡുകളും ആശുപത്രികളും സ്കൂളുകളും ഇല്ലാതിരുന്നപ്പോൾ ഒരു മുൻ ബസ് ഡ്രൈവറുടെ വീട്ടിൽ നിന്നും 28 കോടി രൂപ പിടിച്ചെടുക്കുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് തുല്യം കൂടിയാണ്. ഈ കൊള്ളയടിക്കെതിരെ ജനങ്ങൾ കൂട്ടത്തോടെ BJPക്ക് പിന്തുണയുമായി രംഗത്ത് വരുന്നുണ്ട്. മാറ്റത്തിന്റെ വായു വീശുന്ന ബംഗാളിൽ ഇനി അഴിമതിക്ക് സ്ഥാനമുണ്ടാകില്ലെന്ന് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP അടിവരയിട്ട് പറയുന്നു. ജനങ്ങൾ ഈ മാറ്റത്തെ ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ അഴിമതിക്കെതിരായ ചർച്ചകൾ സജീവമായി കഴിഞ്ഞു. സാധാരണക്കാരുടെ വോട്ടുകൾ വിലയ്ക്ക് വാങ്ങാമെന്ന് കരുതിയ രാഷ്ട്രീയ നേതാക്കൾക്ക് ജനങ്ങളുടെ ശക്തമായ മറുപടിയാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ലഭിക്കാൻ പോകുന്നത്. വർഷങ്ങളായി പശ്ചിമ ബംഗാളിൽ നടന്നു പോന്ന രാഷ്ട്രീയ കുതന്ത്രങ്ങൾക്കും അധികാര ദുർവിനിയോഗത്തിനും അന്ത്യം കുറിക്കുന്ന നിമിഷങ്ങളാണിത്. അന്വേഷണ ഏജൻസികളുടെ കണ്ണുവെട്ടിച്ച് കോടികൾ സമ്പാദിച്ചവർ ഇന്ന് നിയമത്തിന് മുന്നിൽ വിയർക്കുകയാണ്. മിനാർ മൊണ്ടാലിന്റെ അറസ്റ്റോടെ ആരംഭിച്ച ഈ അന്വേഷണം തൃണമൂൽ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളുടെ ഉറക്കം കെടുത്തുന്നുമുണ്ട്. സാമ്പത്തിക ക്രമക്കേടുകൾക്ക് കൃത്യമായ തെളിവുകൾ പുറത്തു വരുമ്പോൾ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ കഴിയാതെ പാർട്ടികൾ വട്ടം കറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. നിയമവ്യവസ്ഥ ശക്തമായി പ്രവർത്തിക്കുമ്പോൾ കുറ്റവാളികൾക്ക് എത്ര വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിലും രക്ഷപ്പെടാൻ കഴിയില്ല എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണിത്. ബംഗാളിലെ ജനങ്ങൾ കാത്തിരുന്ന നീതിയുടെ പുലരിയാണ് ഈ സംഭവത്തിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. അഴിമതിരഹിതവും സമാധാനപൂർവവുമായ ഒരു നാട് പടുത്തുയർത്താൻ ഇത്തരം നിയമ നടപടികൾ കൂടുതൽ കരുത്തു പകരുമെന്നതിൽ സംശയവുമില്ല. പശ്ചിമ ബംഗാളിൽ നടന്ന ഈ വമ്പൻ പണവേട്ട തൃണമൂൽ കോൺഗ്രസ് സർക്കാരിന്റെ അന്ത്യം കുറിക്കുന്ന ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. മമതാ ബാനർജിയുടെ ഭരണകാലത്ത് സംസ്ഥാനം സാമ്പത്തികമായി പാപ്പരായി മാറിയെന്നും മാഫിയകൾ നാടുവാണെന്നും
ഉള്ളതിൻ്റെ ശക്തമായ തെളിവ് കൂടിയാണ് മീന മൊണ്ടാലിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത കോടികളും സ്വർണങ്ങളും. എന്നാൽ ഈ ഇരുണ്ട കാലത്തിന് വിരാമം വിട്ടുകൊണ്ടാണ് സുവേന്ദു അധികാരി അധികാരത്തിലേക്ക് ഏറിയത്. BJPയുടെ ശക്തമായ അടിത്തറയിൽ ഒരു പുതിയ ഉദയത്തിനാണ് ബംഗാൾ തയ്യാറെടുക്കുന്നത്. അഴിമതിയെ വേരോടെ പിഴുതെറിയാനും പൊതുമുതൽ കൊള്ളയടിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും BJP നടത്തുന്ന പ്രവർത്തനങ്ങൾ ബംഗാളിൻ്റെ സുവർണകാലം തിരികെ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം. സത്യവും നീതിയും വിജയിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിലേക്ക് പശ്ചിമ ബംഗാൾ കാലെടുത്തു വെക്കുകയാണിപ്പോൾ. ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾക്കും യാതനകൾക്കും അറുതി വരുത്തി വികസനത്തിൻ്റെയും സമൃദ്ധിയുടെയും പാതയിലൂടെ ബംഗാളിനെ മുന്നോട്ട് നയിക്കാൻ പുതിയ നേതൃത്വത്തിന് കഴിയട്ടെ. ഈ ചരിത്രപരമായ മാറ്റം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ തന്നെ വലിയൊരു വഴിത്തിരിവായി മാറുമെന്ന കാര്യവും ഉറപ്പാണ്. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.